ട്രാവൽ കാറ്റഗറിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കാർഡാണ് സ്കാപ്പിയ കാർഡ്. സ്കാപ്പിയ ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് ചേർന്നുകൊണ്ടും കോ ബ്രാൻഡഡ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ ഈ ഒരു സ്കാപ്പിയ കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഫെബ്രുവരി 27 മുതൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. അത്യാവശ്യം നല്ലൊരു ഡിവാലുവേഷൻ തന്നെ സംഭവിക്കുന്നുണ്ട്. ഈ സ്കാപ്പിയ കാർഡിൻ്റെ കീ ഹൈലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്. പ്രത്യേകിച്ച് ജോയിനിങ് ഫീസ് വരുന്നില്ല, ആനുവൽ ഫീസ് വരുന്നില്ല. അതുപോലെ തന്നെ 150-ലധികം രാജ്യങ്ങളിൽ നമുക്ക് ഫ്രീ ഫോറക്സ് ആണ് വരുന്നത്. ഫോറക്സ് ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. പിന്നെ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കാപ്പിയ ആപ്പ് വഴി നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20% ബെനിഫിറ്റ് കിട്ടും. പിന്നെ മറ്റു ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 10% ബെനിഫിറ്റും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്കാപ്പിയയിൽ വിസ കാർഡ് കൂടാതെ റുപ്പേ വേരിയൻ്റ് കാർഡ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് നമ്മൾ മറിച്ചിന് UPI പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5% ബെനിഫിറ്റും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ഡൈനിങ്, ഷോപ്പിംഗ് ഇല്ലെങ്കിൽ സ്പാ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിൽ വരുന്നുണ്ട്. നമുക്ക് കിട്ടുന്നത് സ്കാപ്പിയ കോയിൻസ് ആയിട്ടാണ് റിവാർഡ് കിട്ടുന്നത്. 5 സ്കാപ്പിയ കോയിൻ എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ്. ഇങ്ങനെ കിട്ടുന്ന സ്കാപ്പിയ കോയിൻ ഉപയോഗിച്ച് നമുക്ക് ഒരു സ്കാപ്പിയ ആപ്പ് വഴി ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു സ്കാപ്പിയ ആപ്പ് വഴി ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും ബുക്ക് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് നമ്മൾ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്കാപ്പിയ ആപ്പിൽ റേറ്റ് കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. അതിനെപ്പറ്റി ഞാൻ മുൻപ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. സോ കിട്ടുന്ന റിവാർഡ് ഈ പറഞ്ഞ രീതിയിൽ സ്കാപ്പിയ ആപ്പ് വഴി മാത്രമേ നമുക്ക് ബുക്കിങ്ങുകൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കൂ. 0 ഫോറക്സ് ചാർജ്, അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ട്രാവൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ബെനിഫിറ്റ് ഉള്ളൊരു കാർഡായിരുന്നു ഈ ഒരു സ്കാപ്പിയ കാർഡ്. എന്നാൽ ഈ ഒരു ഫെബ്രുവരി 27 മുതൽ ഈ ഒരു സ്കാപ്പിയ കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഒന്നാമത്തെ ചേഞ്ച്, ലോഞ്ച് ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ത്രഷോൾഡ് ലിമിറ്റ് അത് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നിലവിലെന്ന് പറയുന്നത് നമ്മൾ വിസ കാർഡാണെങ്കിൽ 10,000 രൂപ ഒരു മാസം സ്പെൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ റൂപേ വേരിയൻ്റ് കാർഡാണെങ്കിൽ 15,000 രൂപ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ഒരു മാസം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫീച്ചർ കിട്ടും. എന്നാൽ ഫെബ്രുവരി 27 മുതൽ അങ്ങനെയല്ല, 2 കാർഡിലും കൂടി, ഇപ്പോൾ നിങ്ങൾക്ക് 2 കാർഡ് ഉണ്ടെങ്കിൽ 2 കാർഡിലും കൂടി, വിസ വേരിയൻ്റ് കാർഡിലും റുപ്പേ വേരിയൻ്റ് കാർഡിലും കൂടി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയൻ്റേ ഉള്ളൂ, വിസ കാർഡ് മാത്രമേ ഉള്ളെങ്കിൽ ആ ഒരു വിസ കാർഡിൽ മാത്രമായിട്ട് നമ്മൾ 20,000 രൂപ ഒരു മാസം സ്പെൻഡ് ചെയ്താൽ മാത്രമേ അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് എന്നുള്ളൊരു കോംപ്ലിമെൻ്ററി ഫീച്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ത്രഷോൾഡ് എമൗണ്ട് ഡബിൾ ആയിട്ടുണ്ട്. മുൻപ് 10,000 രൂപ നമ്മൾ ഒരു മാസം സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ഫെബ്രുവരി 27 മുതൽ 20,000 രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ. സോ സ്കാപ്പിയ കാർഡ് ഉപയോഗിച്ച് കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഫെബ്രുവരി 27 മുതൽ 10,000 രൂപ സ്പെൻഡ് ചെയ്താൽ പോരാ, ഒരു മാസം 20,000 രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ വരുന്ന മറ്റൊരു പ്രധാന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി 27 മുതൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെൻറ്റുകൾക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല. സോ സ്കാപ്പിയ കാർഡ് ഉപയോഗിച്ച് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെൻറ്റ് ഒക്കെ ചെയ്ത് റിവാർഡ് ബെനിഫിറ്റ് ഒക്കെ നേടിയിരുന്നവരാണെങ്കിൽ അവർക്കൊരു തിരിച്ചടിയാണ്. ഫെബ്രുവരി 27 മുതൽ ഈ കാറ്റഗറികളിൽ റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല. പിന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്കാപ്പിയ കാർഡ് ഉപയോഗിച്ച് ഒരു മാസം 10,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് എയർപോർട്ട് ടെർമിനലുകളിൽ ഷോപ്പിംഗ് അതുപോലെ ഡൈനിങ് അല്ലെങ്കിൽ സ്പാ സർവീസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അപ് ടു 1000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ത്രഷോൾഡും കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 10,000 രൂപ ഒരു മാസം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ത്രഷോൾഡ് ആണെങ്കിൽ ഫെബ്രുവരി 27 മുതൽ 10,000 രൂപ സ്പെൻഡ് ചെയ്താൽ പോരാ, 20,000 രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനലുകളിൽ ഷോപ്പിംഗ് ആൻഡ് ഡൈനിങ് അല്ലെങ്കിൽ സ്പാ സർവീസുകളിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ് ടു 1000 രൂപ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കൂ. സോ ഇതൊക്കെയാണ് ഫെബ്രുവരി 27 മുതൽ ഈ ഒരു സ്കാപ്പിയ കാർഡിൽ വരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ്. ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ഫീച്ചർ കൂടി ഒരു സ്കാപ്പിയ കാർഡിൽ ഫെബ്രുവരി 27 മുതൽ വരികയാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്കാപ്പിയ ആപ്പ് വഴി നമ്മൾ 50,000 രൂപയ്ക്ക് മുകളിൽ വാല്യൂ വരുന്നൊരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സിംഗിൾ ട്രാൻസാക്ഷനിൽ ബുക്ക് ചെയ്യണം, 50,000 രൂപയ്ക്ക് മുകളിൽ വാല്യൂ വേണം. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ കുറച്ച് ബെനിഫിറ്റ് വരുന്നുണ്ട്. ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസൈഡ് ഇന്ത്യ ഇന്റർനാഷണൽ ടെർമിനലിൽ നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് അതുപോലെ തന്നെ ഡൈനിങ് ലഭിക്കും. ഓൾസോ നമുക്ക് അപ് ടു 2,000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഫെബ്രുവരി 27 മുതൽ വരുന്ന മാറ്റങ്ങൾ. ഇനിയിപ്പോൾ മാറ്റമില്ലാത്ത കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 150-ലധികം രാജ്യങ്ങളിൽ 0 ഫോറക്സ് ചാർജ്, അതിൽ മാറ്റം വരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു സ്കാപ്പിയ ആപ്പ് വഴി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20% റിവാർഡ് ബെനിഫിറ്റ്, മറ്റു ഓൺലൈൻ അതുപോലെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് 10% റിവാർഡ് ബെനിഫിറ്റ്, പിന്നെ റൂപേ വേരിയന്റ്
സ്കാപ്പിയ കാർഡ് ആണെങ്കിൽ നമുക്ക് 5% റിവാർഡ് ബെനിഫിറ്റ്, അങ്ങനെയുള്ള റിവാർഡ് ബെനിഫിറ്റിലോ കാര്യങ്ങളിലോ ഒന്നും മാറ്റം വരുന്നില്ല. പ്രധാന മാറ്റം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസിൻ്റെ ത്രെഷോൾഡ്, മന്ത്ലി ത്രെഷോൾഡ് എന്ന് പറയുന്ന 10,000 രൂപയിൽ നിന്നും 20,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ നമ്മൾ ഒരു മാസം നമ്മളുടെ സ്കാപ്പിയ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം. ഈ ഒരു ചേഞ്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു ട്രാവൽ കാറ്റഗറിയിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാർഡുകളെ പറ്റി ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ട്രാവൽ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാർഡ് ഏതാണ്, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ്, ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒക്കെ കിട്ടുന്ന ലൈഫ് ടൈം ഫ്രീ കാർഡുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. സോ അങ്ങനെയുള്ള കാർഡുകളൊക്കെ ആഡ് ചെയ്ത് ട്രാവൽ കാറ്റഗറിയിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാർഡുകളെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ വേണ്ടവർ ജസ്റ്റ് ട്രാവൽ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി